ഹായ് ഫ്രണ്ട്സ്, ഞാൻ സജിത. ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോവുകയാണ്. എൻ്റെ വീട് നെല്ലായ പേങ്ങാട്ടിരി കേട്ടോ. അപ്പോൾ നമുക്ക് പോണ വഴിയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ റെയിലാണ്, നിലമ്പൂർ ഷർണൂർ റൂട്ടാട്ടോ. ഞങ്ങൾക്ക് ബസ് കയറാൻ പോകണമെങ്കിൽ റെയിലും കൂടെ തന്നെ പോകണം. അതല്ല അപ്പുറത്ത് കൂടെ വഴിയുണ്ട്, വീടിൻ്റെ ബാക്ക് കൂടെ വഴിയുണ്ട്. പക്ഷേ ഒരുപാട് ചുറ്റി കളയണം കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക് എത്താം. വണ്ടിയുമിലൊക്കെ പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പോക്ക്. അപ്പോൾ വേഗത്തും ഇത് കുറച്ച് നടന്നാൽ മതി ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ എൻ്റെ ചെറിയ മകനാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഞാനവിടെ നിന്ന് വീഴാൻ പോയി. അപ്പോൾ അവനോട് പറയുന്നുണ്ട് പല്ലൊന്നും കളയണ്ട അമ്മ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ മൂച്ചിപ്പാലം നട്ടോ ഇവിടേക്ക് പറയുക, മൂച്ചിപ്പാലത്തിൻ്റെ അവിടെ എത്തി. മൂച്ചിപ്പാലം ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എത്തി നടക്കാം. ഒരു ഇരുമ്പിൻ്റെ ഒരു പാലായിരുന്നു. ഇപ്പോൾ പിന്നെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കുഴപ്പമില്ല, സുഖമായിട്ട് നടക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ചെറിയ മകൻ. അവൻ വീഡിയോ എടുക്കുമ്പോൾ പറയുന്നുണ്ട് എന്നെ എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. ഇവിടെയാണ് ഗേറ്റ് എന്ന് പറയും, ഇവിടെയാണ് ബസ് സ്റ്റോപ്പ്. ബസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേങ്ങാട്ടിരി എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പേങ്ങാട്ടിരി എത്തി. ഇതാണ് എൻ്റെ വീട്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട് ഇതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ താമസമൊന്നുമില്ല, ഒരു 5-6 വർഷമായിട്ട് ഇപ്പോൾ താമസമൊന്നുമില്ല. ഏട്ടൻ വീട് വെച്ചിട്ടുണ്ട്, ചെറിയ ഏട്ടൻ. അപ്പോൾ അവിടെയാണ് താമസം. അച്ഛനും അമ്മയ്ക്കൊക്കെ വയസ്സായിരുന്നു, അപ്പോൾ അവർക്ക് ഒറ്റയ്ക്കൊന്നും വയ്ക്കില്ല. അപ്പോൾ അവർ ഏട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല, താമസമൊന്നുമില്ല. പക്ഷേ വീട് കുഴപ്പമൊന്നുമില്ല, നല്ല വീടാണ്. കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ, ഒരു കേടുമില്ല. വീടിന് നല്ല വീടാണ്. പക്ഷേ അച്ഛനും അമ്മയ്ക്കൊന്നും ഒറ്റയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഏട്ടൻ്റെ കൂടെയാണ് അവർ താമസം. തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ വീട്, ഏട്ടൻ്റെ വീട് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ വീട് കാണിച്ചു തരാം. വേറെ 3 ഏട്ടന്മാരുടെ വീട് കുറച്ച് ദൂരെയാണ്, കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. 2 ഏട്ടന്മാരുടെ വീട് ഇവിടെ തന്നെയാണ്. വലിയ ഏട്ടൻ്റെ വീട് ഇതിൻ്റെ ഇവിടെ തൊട്ട തന്നെയാണ് വലിയ ഏട്ടൻ്റെ വീടും. ഇതാണ് ചെറിയ ഏട്ടൻ്റെ വീട്. ഇതാണ് ചെറിയ ഏട്ടൻ്റെ വീട്. ഇവിടെയാണ് ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ താമസിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് തന്നെയാണ് വരവ്. ഇതുണ്ടോ എടത്തിയമ്മ ഉണ്ടാക്കുന്ന ചെടിയാണ് കേട്ടോ. ഒരുപാട് ചെടിയൊക്കെ ഉണ്ടാക്കാറുണ്ട് എടത്തിയമ്മ കേട്ടോ. ഇപ്പം കമ്മിയാണ്. അതേപോലെ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കലുണ്ട്. തക്കാളി ഉണ്ടാവും, വെണ്ടയ്ക്ക ഉണ്ടാവും, പയറുണ്ടാവും. അങ്ങനെ ഒരുവിധം പച്ചക്കറിയൊക്കെ എഴുത്തിയമ്മ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ വീട് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഇവിടെയാണ് താമസം. അച്ഛനെയും അമ്മേനെയൊക്കെ ഞാൻ വഴിയെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് പോവാം. ഇനി ഇതിൻ്റെ അപ്പുറത്താണ് ഞങ്ങൾ തറവാട്, അച്ഛൻ്റെ വീട്. അവിടെ അമ്പലം ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി തറവാട്ടിൽ പോയിട്ട് അമ്പലവും ഒക്കെ ഒന്ന് കാണാം കേട്ടോ. അവിടെ തുള്ളലൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ നമുക്ക് തറവാട്ടിൽ പോയിട്ട് കാണാം. ഇതാണ് തറവാട്, ഇതാണ് അച്ഛൻ്റെ തറവാട് കേട്ടോ. തറവാട് വീട്, അച്ഛൻ്റെ തറവാട്. ഞങ്ങൾ തറവാട് എന്നാണ് പറയുക, നിങ്ങളൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ തറവാട് എന്നാണ് പറയുക. അപ്പോൾ ഇതാട്ടോ അമ്പലം. ഇവിടെ നല്ല ഗംഭീര പൂജയൊക്കെ ഉണ്ടാവലുണ്ട്. കലശം എന്നാട്ടോ ഞങ്ങൾ പറയുക, കലശം ഉണ്ടാവലുണ്ട്. കുംഭമാസത്തിലെ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ് ഞങ്ങളവിടുത്തെ കലശം. പിന്നെ തുള്ളലുണ്ടാവും. അപ്പോൾ കുംഭമാസത്തിലെ ലാസ്റ്റ് വെള്ളിയാഴ്ച നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരിക, ഞങ്ങളുടെ വീട്ടിലത്തെ കലശമൊക്കെ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.